ഇവിടുത്തെ കുട്ടികളെ സ്കിൽഫുള്ളാക്കാൻ പറ്റുന്ന ആളുകളെയായിരുന്നു ഭരണം ഏൽപ്പിക്കേണ്ടത്. ഒരു വിവരവുമില്ലാത്ത കുറേ കഴുതകളെ നമ്മൾ രാജ്യഭരണം ഏൽപ്പിച്ചു. ഞാൻ തമാശയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ദുരന്തമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, പുരങ്ങൾ, എവിടെയാണ് പുരങ്ങൾ കെട്ടേണ്ടത്? ഇപ്പം ഈ പണ്ട് കാലത്ത് ഇത്തരമുള്ള വിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃഷി എപ്പോഴും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വെള്ളം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ കൃഷി, വെള്ളം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടി വെള്ളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന് വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ താമസിക്കണം. അപ്പം അതിന് പറ്റുന്ന വിധത്തിൽ പട്ടണങ്ങൾ തയ്യാറാക്കി. പഴയ കാലത്തൊക്കെ നിങ്ങൾ രാജവംശങ്ങളിലേക്കൊക്കെ നോക്കി താമസിക്കുന്നതൊക്കെ ഉയരങ്ങളിലുള്ള സ്ഥലം. അപ്പം അവിടെ പ്രളയങ്ങളൊന്നും വന്നാൽ അങ്ങോട്ട് അടുക്കില്ല. വെള്ളമുള്ള സ്ഥലത്താണ് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പത്തനാനി, പത്തനം എന്ന് പറഞ്ഞാൽ വലിയ ഗോഡൗണുകൾ, അതായത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം കിട്ടണമെന്നില്ല. അപ്പം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിന് ഇത് സ്റ്റോർ ചെയ്യണം. അതുപോലെ എല്ലാ സീസണുകളും, എല്ലാം സീസണൽ കൃഷിയാണല്ലോ, നെല്ലൊരു സീസണല്ല. അപ്പം എല്ലാ കാലത്തും നമുക്ക് അരി വേണം. അപ്പം അതുവരെ അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കണം. ഇങ്ങനെ പത്തനാനി, ദുർഗാണി, കോട്ടകൾ, ഭരിക്കുന്നവർ കോട്ടകൾ അവരുണ്ടാക്കി. വിവിധാനി, ഘോഷാൻ, സശിബിരാൻ. സശിബിരാൻ എന്ന് പറഞ്ഞാൽ ശിബിരങ്ങൾ, പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സൈന്യത്തിന് വേണ്ടിയിട്ട്. ഘേടകർവാൻ, ഘേടകർവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആളുകൾക്ക് വേണ്ടി ചന്തകൾ. അങ്ങനെയാണ് പഴയ കാലം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചന്തകൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇന്നത്തെ പോലെ ടൗൺഷിപ്പുകളൊന്നുമില്ല. അപ്പം ചന്തകളിലാണ് ഈ സാധനങ്ങൾ വരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രാക് പൃഥോരിവ നൈവേഷ പുരഗ്രാമാതി കൽപ്പന. അപ്പം ഇതിനെ പറയുക പ്ലാനിങ് എന്നാ പറയുക, അല്ലേ? പ്ലാനിങ് എന്നല്ലേ പറയുക. ഒരു രാജ്യം എങ്ങനെ ആഹാരമുള്ളതായി, റിസോഴ്സ് ഉള്ളതായി, കൃഷി ഉള്ളതായി, ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകണം, സുരക്ഷിതമായി ഉണ്ടാവണം എന്നത് ശരിക്ക് പ്ലാൻ ചെയ്ത ചക്രവർത്തിയായിരുന്നു ആര്? പൃഥു. ഇത് ഏത് കാലഘട്ടം എഴുതി വെച്ചതാണ്? അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു വലിയ വിഷൻ ഉള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നോക്കൂ, അത്തരം വിഷൻ ഉള്ളവരല്ല ഇവിടെ ഭരിക്കുന്നത്. ഈ വിഷൻ ഇല്ലാത്തവർ ഭരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രളയം വരുമ്പോഴേക്കും വീടുകളൊക്കെ മുങ്ങുന്നു. കാരണം ഈ വെള്ളം എവിടെ നിന്നാണ് പെയ്ത് വരിക, ഇതെവിടെയാണ് കെട്ടിക്കിടക്കുക, ഇതിനെ കടലിലേക്കാണ് എത്തിക്കേണ്ടത്, എങ്ങനെ കടലിലേക്ക് എത്തിക്കണം, എങ്ങനെ പുഴകളായിട്ട് ലിങ്ക് ചെയ്യണം. നോക്കൂ, ഇപ്പം എത്തിയിരിക്കുന്ന അവസ്ഥ കണ്ടു നിങ്ങൾ. കറണ്ട് ഇല്ല. കാരണം വെറും ഡാമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴുതകളെയാണ് രാജ്യം ഭരിപ്പിക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ എടുത്തു പറയുകയാണത്. മാറ്റണം നമ്മളത്. ഈ ഡാമുകളുടെയൊക്കെ മുകളിൽ ഇവർക്ക് സോളാർ പാനൽ വെക്കായിരുന്നില്ല. ഇപ്പം സോളാർ ഉണ്ടല്ലോ. ഇവർ വലിയ പ്രസംഗിക്കുന്നവരല്ലേ. ഇപ്പോഴാണോ കറണ്ട് അന്വേഷിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ലേ അവർ? ഇവിടെ കാറ്റാടി മിഷൻ വെക്കാലോ, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേറെയും തമിഴ്നാട്ടിലുണ്ടാക്കുന്ന. നിങ്ങൾ പഴനിയിൽ പോയിട്ടില്ലേ? കണ്ടില്ലേ? ഇവിടെയുണ്ടല്ലോ കാറ്റ്. നമുക്ക് സീസണൽ കാറ്റുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ലേ? പാലക്കാടൻ ചുരങ്കാറ്റ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ കാറ്റാണ്. നിങ്ങൾക്ക് പാലക്കാട്, തൃശ്ശൂർ, ഗുരുവായൂർ ആ ഏരിയയിലൊക്കെ കിട്ടുക കാറ്റ്. ആരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? അത് പാലക്കാടൻ ഒരു ചുരങ്കാറ്റ് വരാനുണ്ട്. ഈ സമയത്ത് അവർക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ അവിടെ പറ്റും? ചെയ്യില്ല. കടം മേടിച്ച് തന്നെ രാജ്യം ഭരിക്കും. കഴുതകളല്ലേ നമ്മളെ ഏൽപ്പിച്ചത്? പറയും നിങ്ങൾ. ഇവിടെ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ റിസോഴ്സ് ഉപയോഗിക്കാത്തവരെ? ഞാൻ ചെറിയ ഉദാഹരണം പറയുകയാണ് നിങ്ങൾക്ക്. അങ്ങനെ ഒരു കാറ്റുണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പോയി നോക്കൂ. ഞാനില്ലാത്തതല്ല പറയുന്നത്. നമുക്ക് കടൽ ഇത്രയും ലോങ് കടൽ ഒരു എന്താ പറയുക, ഒരു ബോർഡറുള്ള ഒരു സ്റ്റേറ്റ് കേരളം മാത്രമാണ്. എവിടെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ കടൽ തീരത്ത് എപ്പോഴും കാറ്റില്ലേ? ചില എക്സെപ്ഷണൽ സമയത്ത് ഉണ്ടാവില്ലിരിക്കുമെങ്കിലും ജനറലി നമുക്കുണ്ടല്ലോ. ഉണ്ടോ? എന്തേ ചെയ്യാത്തത്? കാരണം ഇതൊക്കെ മെനക്കെടാണ്. ഇത് ചെയ്യില്ല.
നമ്മൾ കഴുതകളിൽ ഏൽപ്പിച്ച രാജ്യം. ചിന്തിക്കും നിങ്ങൾ. ഇനിയും നോക്കൂ നിങ്ങൾ. ഇന്ന് എനിക്ക് വളരെ വിഷമമുള്ളത്, ഇവർ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റാണിത്. ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് പുല്ലും ചെത്തിച്ച് സമയം കളയുന്നതിന് പകരം നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോകണം. ഇവരൊക്കെ എന്തിനാ മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു എന്നുള്ള എനിക്ക് വിഷമം മനസ്സിലാവാത്തത്. നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോൾ, ഇസ്രായേലിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാര്യം, അവിടെയൊക്കെ ഗ്രീൻ ഹൗസ് എന്ന് പറയും. ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അത് പച്ചക്കറി കൃഷി ചെയ്യാം, ഒരണക്കളും വരില്ല. കാരണം അത്രയും സയൻറ്റിഫിക്കായിട്ട് നമുക്കിന്ന് കൃഷി ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ജപ്പാൻ്റെ കയ്യിലുണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇവരൊക്കെ വായും പൊളിച്ച് അവിടെ പോകുന്നുണ്ടല്ലോ ഒക്കെ, മക്കളെയും മരുമക്കളെയൊക്കെ കൂട്ടിയിട്ട്. ചെയ്യില്ലേ അവർ? ഇതൊന്നും ചെയ്യാനുള്ള ആർജവമില്ല. കണ്ടമാനം പണം വേസ്റ്റ് ചെയ്യുക, കണ്ടമാനം പണം. നിങ്ങൾ നോക്കൂ, പൂങ്കാവനം എന്നൊരു പദ്ധതി ഇട്ടിരുന്നു അമ്പലങ്ങളിലൊക്കെ കാട് പിടിപ്പിക്കാൻ. നിങ്ങളൊന്ന് പോയി നോക്കൂ, ഒരു കാടും എവിടെയില്ല. കുറേ പണം വേസ്റ്റാക്കി കളഞ്ഞു. നിങ്ങൾക്കറിയോ എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് പണം കോടികൾ മുടക്കി വേസ്റ്റാക്കിയിരിക്കുന്നത്? നിങ്ങൾ പണ്ട് ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ഈ തെങ്ങിൽ നിന്ന് ഒരു കുടിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കി. അതിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അത് വല്ലതും മാർക്കറ്റിൽ കാണുന്നുണ്ടോ നിങ്ങൾ? വല്ലതും കാണുന്നുണ്ടോ? ഈ പൊതുജനങ്ങളുടെ പണമെടുത്ത് എത്ര കോടികളാണ് ഇൻവെസ്റ്റ്, ഒരു ഉപകാരവും ഇല്ലാതെയാക്കിയത്. അപ്പം നമ്മൾ കൊടുക്കുന്ന പണം മുഴുവൻ വേസ്റ്റായിപ്പോൾ ഒരു വശത്ത്, ദൂർത്തടിക്കൊരു വശത്ത്. പിന്നെ ഇങ്ങനെ കടം വരാതിരിക്കുക ഈ നാട്. കഴുതകളെ ഏൽപ്പിച്ചുകൊണ്ടല്ല ഇത്. ലേശം മൂളുള്ളവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നോ രക്ഷപ്പെടുമായിരുന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റലക്ച്വലായിട്ടൊരു വിഭാഗം കേരളീയരാണ്. ഈ ഇൻ്റലക്ച്വലായിട്ടുള്ള കുട്ടികളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? പറയൂ നിങ്ങൾ. ഈ രാജ്യം എവിടെ കൊണ്ട് എത്തിച്ചവർ? വെറും കൊടി നോക്കി നമ്മൾ വോട്ട് ചെയ്തതാണ് നമ്മുടെ ശാപം എന്ന് പറയുന്നത്. ഇവറ്റകളൊക്കെ പറഞ്ഞേക്കണം അൻഡമാൻ നിക്കോബാറിലേക്ക്. ഇങ്ങോട്ട് തിരിച്ചു വരാൻ സമ്മതിക്കരുത്. കാരണം അത്ര ശാപം നമുക്കായിപ്പോയി. നമുക്ക് വേണ്ടത് എക്കണോമിക്സും, നമുക്ക് വേണ്ടത് നോക്കൂ, എന്നെ സംബന്ധിച്ച് ഞാൻ വിദേശങ്ങളിൽ പോകുന്ന ആളാണ്. ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും അവരുടെ കമ്പ്യൂട്ടർ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മുതലുള്ളോ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആക്കിയാൽ ഈ കുട്ടി 12ൽ എത്തുമ്പോഴേക്കും ഇവന് ജോലിയാണ്.